Dear students, welcome to Learner'sworld. In this video, I am going to talk about Kerala Set Exam, Paper 2 English, Syllabus-based classes, Unit 2, Module 6, Historical Novel, Class 44. Unit 2, Module 6, Historical Novel. ഈ ഒരു മൊഡ്യൂളിന് കീഴിൽ വരുന്ന ടോപ്പിക്സുകൾ വാൾട്ടർ സ്കോട്ട്, ഡൊമസ്റ്റിക് നോവൽ, ജെയിൻ ഓസ്റ്റൻ. What is historical novel? Historical fiction is a form of fiction which is based on historical events. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ബേസ് ചെയ്തിട്ട് എഴുതുന്ന ഒരു ടൈപ്പ് ഓഫ് ഫിക്ഷനാണ് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്ന് പറയുന്നത്. Then features of historical novel. A historical novel is one set in a time period prior to the author's time. അപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ നോവൽ എന്ന് പറയുന്നത് ആ ഓഥറുടെ ആ ഒരു കാലഘട്ടത്തിന് മുന്നേ ഉള്ള ഒരു പീരീഡിലുള്ള സംഭവങ്ങളാണ് ഈ ഒരു സ്റ്റോറിയിൽ നമ്മുടെ റൈറ്റർ പോർട്രേ ചെയ്യുന്നത്. ഓഥർ ഈസ് റൈറ്റിംഗ് അബൌട്ട് എ പെർട്ടിക്കുലർ ടൈം ഇൻ ഹിസ്റ്ററി. അപ്പോൾ നമ്മുടെ റൈറ്റർ ഹിസ്റ്ററിയിലൊരു പെർട്ടിക്കുലർ ടൈമിനെ കുറിച്ചിട്ട് എഴുതുന്നതാണ് ഹിസ്റ്റോറിക്കൽ നോവൽ എന്ന് പറയുന്നത്. സർ വാൾട്ടർ സ്കോട്ട്, ഓണർ ഡി ബെൽസക്, ജെയിംസ് ഫെനിമോർ കൂപ്പർ ആൻഡ് ലിയോ ടോൾസ്റ്റോയ് വർ ദ ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ നോവലിസ്റ്റ്. അപ്പോൾ ആദ്യത്തെ ഹിസ്റ്റോറിക്കൽ നോവലിസ്റ്റ് ആയിട്ട് വരുന്നത് സർ വാൾട്ടർ സ്കോട്ട്. അദ്ദേഹം ഒരുപാട് ഹിസ്റ്റോറിക്കൽ നോവൽസ് എഴുതിയിട്ടുണ്ട്. വേവർലി, കെനിൽവർത്ത് തുടങ്ങിയിട്ടുള്ളതൊക്കെ. അതുപോലെ ഹോണർ ഡി ബെൽസക്, ജെയിംസ് ഫെനിമോർ കൂപ്പർ, ലിയോ ടോൾസ്റ്റോയിൻ്റെ വാർ ആൻഡ് പീസ് ഒക്കെ ഒരു ഹിസ്റ്റോറിക്കൽ നോവലാണ്. ദെൻ വാൾട്ടർ സ്കോട്ട്, ഹി വാസ് എ സ്കോട്ടിഷ് ഹിസ്റ്റോറിയൻ, ഹിസ്റ്റോറിക്കൽ നോവലിസ്റ്റ്. അദ്ദേഹം ഒരു ഹിസ്റ്റോറിക്കൽ നോവലിസ്റ്റാണ്, ഒരു സ്കോട്ടിഷ് ഹിസ്റ്റോറിയനാണ്. ദെൻ ഹിസ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്: മിനിസ്ട്രലി ഓഫ് ദ സ്കോട്ടിഷ് ബോർഡർ, ഇറ്റ് പബ്ലിഷ്ഡ് in 1802. It is a collection of poetry, compiled work not his original, contained 48 traditional ballads. John Leyden helped him to publish this work. അപ്പോൾ മിനിസ്ട്രലി ഓഫ് ദ സ്കോട്ടിഷ് ബോർഡർ എന്ന് പറയുന്നത് വാൾട്ടർ സ്കോട്ടിൻ്റെ ഒരു പോയട്രി കളക്ഷനാണ്. അതിൽ 48 ട്രഡീഷണൽ ബലാഡ്സ് അതിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ദ ലേ ഓഫ് The Last Minstrel, it published in 1805. Narrative poem in 6 cantos. Lay means a long romance in Gothic modern. അദ്ദേഹത്തിൻ്റെ മറ്റൊരു വർക്കാണ് ദ ലേ ഓഫ് ലാസ്റ്റ് മിനിസ്ട്രൽ എന്ന് പറയുന്നത്. ഇത് 6 cantos-ലുള്ള ഒരു നരേറ്റീവ് പോയമാണ്. ലേ മീൻസ് എ ലോങ് റൊമാൻസ് ഇൻ എ ഗോത്തിക് മോഡ്. ദെൻ നെക്സ്റ്റ് വർക്ക് മാർമിയൻ, ഇറ്റ് പബ്ലിഷ് ഇൻ 1808. ഇതിൻ്റെ സബ് ടൈറ്റിൽ എന്ന് പറയുന്നത് എ ടെയിൽ ഓഫ് ഫ്ലോഡൻ ഫീൽഡ് ആണ് മാർമിയൻ്റെ സബ് ടൈറ്റിലായിട്ട് വരുന്നത്. ലോങ് പോം ഇൻ 6 cantos. ലോർഡ് മാരിയൻ, ലസ് ഫോർ എ റിച്ച് വുമൻ, ക്ലാര ഡി ക്ലെയർ. ഹി ഡൈസ് ഇൻ ദ ബാറ്റിൽ ഓഫ് ഫ്ലോഡൻ. അപ്പോൾ ലോർഡ് മാരിയൻ ആണ് ഇതിൻ്റെ പ്രൊട്ടഗണിസ്റ്റ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ സബ് ടൈറ്റിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, മാർമിയൻ എ ടെയിൽ ഓഫ് ഫ്ലോഡൻ ഫീൽഡ് എന്നുള്ളത്. നെക്സ്റ്റ് വേവർലി, ഇറ്റ് പബ്ലിഷ് ഇൻ 1814. സബ് ടൈറ്റിൽ ദിസ് 16 years സിൻസ്. അപ്പോൾ ഈ വേവർലിൻ്റെ സബ് ടൈറ്റിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ദിസ് 60 years സിൻസ്. ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ നോവൽ ഇൻ വെസ്റ്റേൺ ട്രഡീഷൻ, പബ്ലിഷ്ഡ് അനോണിമസ്ലി. എഡ്വാർഡ് വേവർലി ആണ് ഇതിൻ്റെ പ്രൊട്ടഗണിസ്റ്റ് ആയിട്ട് വരുന്നത്, എഡ്വാർഡ് വേവർലി. Setting 1745 Jacobite uprising. He joins before 1745 uprising. After leaving army, he spent his life with his family. He is too romantic, so he faces conflict between two different political notions. Falls in love with 2 women. Next, Rob Roy, published in 1817. Set in the early years of Jacobite uprising. The narrator is Frank Osbaldistone, son of a businessman. Frank later goes to Scotland and meets Roy. Next work, Ivanhoe, it published in 1820. Scott's best known novel, subtitle A Romance. അപ്പോൾ ഈ ഐവൻഹോൻ്റെ സബ് ടൈറ്റിൽ എ റൊമാൻസ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ സ്കോട്ട്സിലെ ബെസ്റ്റ് നോൺ നോവലാണ് ഐവൻഹോ എന്ന് പറയുന്നത്, വാൾട്ടർ സ്കോട്ടിൻ്റെ. സെറ്റ് ഇൻ ദ റീജിയൻ ഓഫ് റിച്ചാർഡ് ദ ലയൺ ഹാർട്ട്. It describes the story of a rare Anglo-Saxon noble family during the reign of Normans. Wilfred of Ivanhoe is the protagonist. അപ്പോൾ ഇതിൽ പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത് വിൽഫ്രഡ് ഓഫ് ഐവൻഹോ ആണ്. റോബിൻ ഹുഡ് ആൻഡ് ഹിസ് ക്രൂ ആർ പ്രസൻറ്റ് ഇൻ ദിസ് നോവൽ ആസ് ക്യാരക്ടേഴ്സ്. ജോൺ ന്യൂമാൻ claimed Scott had first turned the men's mind in the direction of Middle Ages. ഇത് ജോൺ ന്യൂമാൻ വാൾട്ടർ സ്കോട്ടിനെ കുറിച്ചിട്ട് ക്ലെയിം ചെയ്തിട്ടുള്ള വേർഡ്സ് ആണ്. Then Heart of Midlothian, it published in 1818, based on
Porteous Rides of 1736. Then Old Morality, it published in 1816. Then Tale of My Landlord, it published in 1816. It's a collection of Waverley novels. Then Colonel Worth, it published in 1821. Then Guy Mannering, it published in 1815. The Talisman, it published in 1825. The Bride of Lammermoor, Lady of the Lake, it published in 1810. Pomon Arthurian characters collaborated with Matthew Gregory Lewis in the writing of Tales of Wonder. അപ്പോൾ ഇത്രയും വർക്ക്സാണ് വാൾട്ടർ സ്കോട്ട് എഴുതിയിട്ടുള്ളത്. ദെൻ വാട്ട് ഈസ് ഡൊമസ്റ്റിക് നോവൽ? എ ജാനർ ഇൻ ലിറ്ററേച്ചർ റിട്ടൺ ബൈ ഫോർ ആൻഡ് അബൌട്ട് വുമൻ. ഡൊമസ്റ്റിക് നോവൽ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെക്കുറിച്ച് എഴുതുന്ന ഒരു സ്ത്രീകൾക്ക് വേണ്ടി എഴുതുന്ന ഒരു വർക്കാണ് ഡൊമസ്റ്റിക് നോവൽ എന്നറിയപ്പെടുന്നത്. ഒരു ജാനർ ഓഫ് ലിറ്ററേച്ചറാണ്. ഇറ്റ് ഫ്ലറിഷ്ഡ് ഡ്യൂറിങ് ദ മിഡ് 19th century. 19th centuryയിലാണ് ഇത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഓൾസോ നോൺ ആസ് സെൻറ്റിമെൻ്റൽ ഫിക്ഷൻ ഓർ വുമൻസ് ഫിക്ഷൻ. അപ്പോൾ ഡൊമസ്റ്റിക് നോവലിനെ നമ്മൾ സെൻറ്റിമെൻ്റൽ ഫിക്ഷൻ, അതുപോലെ വുമൻസ് ഫിക്ഷൻ എന്നുള്ള രീതിയിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ദ പ്ലോട്ട് ആൻഡ് കോൺഫ്ലിക്റ്റ് സെൻറ്റർ ഓൺ ഫാമിലി ലൈഫ്, മാരേജ് ആൻഡ് ചൈൽഡ് ബിയറിംഗ്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്ലോട്ടായിട്ട് വരുന്നത്. ഡൊമസ്റ്റിക് റിയലിസം ക്യാൻ ബി സീൻ ഇൻ ദ വർക്ക് ഓഫ് ജെയിൻ ഓസ്റ്റൻ ആൻഡ് എലിസബത്ത് ബാർ ബ്രൗണിംഗ്. അപ്പോൾ ഈ ഒരു ഡൊമസ്റ്റിക് റിയലിസം നമുക്ക് ജെയിൻ ഓസ്റ്റൻ്റെ വർക്ക്സിൽ, എലിസബത്ത് ബാർ ബ്രൗണിൻ്റെ വർക്ക്സിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ദ ജാനർ ഓഫ് ഡൊമസ്റ്റിക് നോവൽ ബിഗാൻ വിത്ത് ദ കാതറിൻ മേരിയ സെഡ്ജ്വിക്സ് എ ന്യൂ ഇംഗ്ലണ്ട് ടെയിൽ, ഇറ്റ് പബ്ലിഷ്ഡ് in 1822. അപ്പോൾ ഈ ഒരു ജാനർ, ഈ ഒരു ഡൊമസ്റ്റിക് നോവൽ ആദ്യമായിട്ട് ബിഗാൻ ചെയ്തത് കാതറിൻ മേരിയ സെഡ്ജ്വിക്കാണ്. അവരുടെ വർക്കായിട്ടുള്ള എ ന്യൂ ഇംഗ്ലണ്ട് ടെയിൽ എന്ന് പറയുന്നതിലാണ്. ദെൻ ഡൊമസ്റ്റിക് നോവൽസിന് എക്സാമ്പിൾസ് നോക്കാം. 1000 Acres ബൈ ജെയിൻ സ്മൈലി, ലിറ്റിൽ വുമൻ ബൈ ലൂയിസ മെയ് ആൽക്കോട്ട്, അങ്കിൾ ടോംസ് ക്യാബിൻ ബൈ ഹാരിയറ്റ് ബേച്ചർ സ്റ്റോവ്, ദ ലാംലൈറ്റർ ബൈ മെരിയ സൂസന്ന കമിൻസ് ആൻഡ് ദ വൈഡ് വേൾഡ് ബൈ സൂസൻ വാർണർ. നെക്സ്റ്റ് ജെയിൻ ഓസ്റ്റൻ. ജെയിൻ ഓസ്റ്റൻ ഒരു ഡൊമസ്റ്റിക് നോവലിസ്റ്റാണ്. ഇംഗ്ലീഷ് നോവലിസ്റ്റ്. സിസ്റ്റർ കാസൻഡ്ര ഡെഡിക്കേറ്റഡ് ഹെർ നോവൽ എമ്മ ടു പ്രിൻസ് റിഗൻറ്റ്. Then her major works, Sense and Sensibility, it published in 1811. Pride and Prejudice, it published in 1813. Mansfield Park, it published in 1814. Emma, it published in 1816. Northanger Abbey, it published in 1818. Persuasion, it published in 1818. And The Watson, it's an unfinished novel. Northanger Abbey, അതുപോലെ Persuasion, ഇതൊക്കെ പബ്ലിഷ്ഡ് പോസ്റ്റ്മസ്ലി ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ദെൻ സെൻസ് ആൻഡ് സെൻസിബിലിറ്റി, ഇറ്റ് പബ്ലിഷ്ഡ് 1811. ഫസ്റ്റ് നോവലാണ് ജെയിൻ ഓസ്റ്റൻ്റെ. പബ്ലിഷ്ഡ് അനോണിമസ്ലി. സ്റ്റോറി ഓഫ് ഡാഷ്വുഡ് സിസ്റ്റേഴ്സ്, എലിനോർ ആൻഡ് മാരിയൻ. ഇവരാണ് ഇതിലെ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. എലിനോർ എന്ന് പറയുന്നത് സെൻസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മാരിയൻ എന്ന് പറയുന്നത് സെൻസിബിലിറ്റിനെയാണ്. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് വർക്ക് ഈസ് പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ്, ഇസ് പബ്ലിഷ്ഡ് ഇൻ 1830. നോവൽ ഓഫ് മാനേഴ്സ്, എലിസബത്ത് ബെനറ്റ് ആണ് അതിലെ പ്രൊട്ടഗണിസ്റ്റ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് ടൈറ്റിൽ ഫസ്റ്റ് ഇംപ്രഷൻസ്. പ്രൈഡ് ആൻഡ് പ്രെജുഡൈസിൻ്റെ ഫസ്റ്റ് ടൈറ്റിൽ ഫസ്റ്റ് ഇംപ്രഷൻസ് ആണ്. മിസ്റ്റർ ബെനറ്റ്, ഓണർ ഓഫ് ദ ലാംഗ്ബോൺ എസ്റ്റേറ്റ് ഇൻ ഹാർട്ട്ഫോർഡ്ഷയർ. മിസ്റ്റർ ബെനറ്റ് ആണ് എലിസബത്ത് ബെനറ്റിൻ്റെ ഫാദർ. അവർക്ക് ഈ മിസ്റ്റർ ബെനറ്റ് ആൻഡ് മിസ്സിസ് ബെനറ്റിന് 5 daughters ഉണ്ട്. എലിസബത്ത്, മേരി, കാതറിൻ, ലിഡിയ ആൻഡ് ജെയിൻ. ഇറ്റ്സ് a truth universally acknowledged that a single man in possession of a good fortune must be in want of a wife. ഇത് ഈ ഒരു പ്രൈഡ് ആൻഡ് പ്രെജുഡൈസിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോട്ടാണ്. നെക്സ്റ്റ് മാൻസ്ഫീൽഡ് പാർക്ക്, ഇറ്റ് പബ്ലിഷ്ഡ് 1814, പബ്ലിഷ്ഡ് ബൈ തോമസ് എഗർട്ടൺ. സ്റ്റോറി ഓഫ് ഫാനി പ്രൈസ്. അപ്പോൾ മാൻസ്ഫീൽഡ് പാർക്കിൽ ഉള്ള പ്രൊട്ടഗണിസ്റ്റ് ഫാനി പ്രൈസ് ആണ്. ദെൻ എമ്മ, ഇറ്റ് പബ്ലിഷ്ഡ് ഇൻ 1816. കോമഡി ഓഫ് മാനേഴ്സ്, എമ്മ വുഡ് ഹൗസ്, മാച്ച് മേക്കർ. അപ്പോൾ ഈ എമ്മ വുഡ് ഹൗസ് ആണ് ഇതിലെ പ്രൊട്ടഗണിസ്റ്റ്. അവൾ എന്താണ് ചെയ്യുന്നത്? മാച്ച് മേക്കറാണ്. ഈ ഒരു മാച്ച് മേക്കർ എന്ന് പറയുന്നത് എമ്മയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നോർത്താങ്കർ അബേ, 1818. കമ്മിങ് ഓഫ് ഏജ് നോവൽ, സറ്റയർ ഓഫ് ഗോത്തിക് നോവൽസ്, പബ്ലിഷ്ഡ് പോസ്റ്റ്യൂമസ്ലി. കാതറിൻ മൂർലാൻഡ് ആണ് അതിൻ്റെ പ്രൊട്ടഗണിസ്റ്റ്. ഇസബെല്ല ഇൻട്രൊഡ്യൂസസ് കാതറിൻ ടു ആൻ റാഡ്ക്ലിഫ്സ് നോവൽ മിസ്റ്ററീസ് ഓഫ് ഉഡോൾഫോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെ ക്യാരക്ടറായിട്ടുള്ള ഇസബെല്ല കാതറിന് ഒരു ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻ റാഡ്ക്ലിഫിൻ്റെ നോവലായിട്ടുള്ള മിസ്റ്ററീസ് ഓഫ് ഉഡോൾഫോ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇത് പബ്ലിഷ്ഡ് പോസ്റ്റ്മസ്ലി ആണ്.
നെക്സ്റ്റ് പെർസ്വാഷൻ, ഇത് പബ്ലിഷ് 1818, പബ്ലിഷ്ഡ് പോസ്റ്റ്മസ്ലി. ആൻ എലിയറ്റ്, ഇംഗ്ലീഷ് വുമൻ, ഇവരാണ് ഇതിൽ പ്രൊട്ടഗണിസ്റ്റ് ആയിട്ട് വരുന്നത്. ദെൻ ദ വാട്സൺസ്, അൺഫിനിഷ്ഡ് നോവലാണ് ദ വാട്സൺസ്. ജെയിൻ ഓസ്റ്റൻ്റെ അൺഫിനിഷ്ഡ് നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ ദ വാട്സൺസ് ആണ്. ഓക്കെ, താങ്ക് യു.